ഹായ്! ഇന്ന് വന്നിട്ടുള്ളത് നല്ലൊരു പ്ലാന്റ് സെയിലായിട്ടാണ്. ഫ്ലവറിങ് പ്ലാന്റ്സ് തൊട്ടിട്ട് ഇൻഡോർ, ഔട്ട്ഡോർ പ്ലാന്റ്സ് ഒക്കെ നമ്മളിതിൽ ആഡ് ചെയ്തിട്ടുണ്ട്. ഇന്ന് ഒരു 30ഓളം വെറൈറ്റി പ്ലാന്റ്സ് ആണ് നമ്മൾ ആഡ് ചെയ്തേക്കുന്നത്. ഫസ്റ്റ് കാണിച്ചത് പെൻഡാസിൻ്റെ റെഡ് കളർ വെറൈറ്റി പ്ലാന്റ് ആണ്. അതിൻ്റെ വൈറ്റും റോസും ലൈറ്റ് വയലറ്റ് ഒക്കെ നമുക്ക് അവൈലബിൾ ആണ്. പിന്നെ തെച്ചീര ആ ഒരു കളർ പ്ലാന്റ് അവൈലബിൾ ആണ്. പിന്നെ ബാൽസം അല്ലെങ്കിൽ കാശിത്തുമ്പേരെ പ്ലാന്റ്സ് അവൈലബിൾ ആണ്. വേറെ ഷെയ്ഡ്സും അവൈലബിൾ ആണ്. ഇത് ബ്ലൂ ഡേയ്സിൻ്റെ പ്ലാന്റ് ഈ ഒരു ലൈറ്റ് ബ്ലൂ കളറാണ് വരിക. പിന്നെ സിങ്കോണിയത്തിൻ്റെ വെറൈറ്റീസ് നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ട്. DTC വഴിയാണ് നമ്മൾ പ്ലാൻസ് അയക്കുക. കേരളത്തിനകത്ത് മാത്രമേ നമ്മൾ കൊറിയർ ചെയ്യുന്നുള്ളൂ. വേണ്ടവർ സ്ക്രീൻഷോട്ട് അയക്കുക. നമ്മൾ വീട്ടിൽ തന്നെ പ്രൊപ്പഗേറ്റ് ചെയ്യുന്ന നല്ല ഹെൽത്തി പ്ലാന്റ്സ് ആണ്. ഇത് റെയിൻ ലില്ലിയുടെ വൈറ്റ് കളർ ഫ്ലവർ വിരിയുന്ന പ്ലാന്റ് ആണ്. നല്ല വെയിൽ വേണ്ട പ്ലാന്റ് ആണ്. പിന്നെ ഇത് ഓക്സികാർഡിയത്തിൻ്റെ നമുക്ക് പടർത്തി വിടാൻ പറ്റുന്ന ഒരു പ്ലാന്റ് ആണ്. ഇതിൻ്റെ വേറെയും വെറൈറ്റി അവൈലബിൾ ആണ്. പിന്നെ ഇത് സിങ്കോണിയത്തിൻ്റെ ഡബിൾ ഷൂട്ട് വരുന്ന പ്ലാന്റ് ആണ്. ഇതൊക്കെ വലിയ വലിയ പോട്ടിൽ സെറ്റ് ചെയ്യുകയാണെങ്കിൽ വലിയ പ്ലാന്റ് ആയിട്ട് വളരും. ഇത് മുല്ല എന്ന് പറയുന്ന മുരായരെ വൈറ്റ് കളർ ഫ്ലവർ വീഴുന്ന പ്ലാന്റ് ആണ്. ഈ ഒരു ബാസ്ക്കറ്റ് പ്ലാന്റിന് 40 റുപ്പീസ് ആണ്. ഇതിൻ്റെ ചെറിയൊരു പ്ലാന്റ് അവൈലബിൾ ഉള്ളത് 20 റുപ്പീസ് ആണ്. ഇതിൻ്റെ മദർ പ്ലാന്റ് ആണ് ഞാൻ ഇനി കാണിക്കാൻ പോകുന്നത്. മദർ പ്ലാന്റ് ഈ ഒരു സൈസ് നല്ല സൈസിൽ വെച്ച് പോകും. നമുക്ക് ബാസ്ക്കറ്റിലൊക്കെ സെറ്റ് ചെയ്യാൻ പറ്റിയ നല്ല പ്ലാന്റ് ആണ്. ഇതിൻ്റെ സൈഡിൽ കൂടെ ഇങ്ങനെ ട്രെയിലിംഗ് പോലെ ഇങ്ങനെ വന്നിട്ട് അറ്റത്താണ് പ്ലാന്റ് പുതിയത് വരിക. എന്നിട്ട് നമ്മളത് കട്ട് ചെയ്ത് വേറെ പിടിപ്പിക്കുകയാണ് ചെയ്യുക. അത് സിങ്കോണിയാണ് കാണിച്ചത്. പിന്നെ ഇതൊരു മെറ്റാലിക് ടെക്സ്ചർ വരുന്ന ബിഗോണിയാണ്. ഇതൊക്കെ നമുക്ക് ഹാങ് ബാസ്ക്കറ്റിൽ സെറ്റ് ചെയ്യാൻ പറ്റിയ നല്ല പ്ലാന്റാണ്. ഇത് നോർമൽ ഹാങ് ബാസ്ക്കറ്റിൽ സെറ്റ് ചെയ്യാൻ പറ്റിയ നല്ലൊരു പ്ലാന്റ് ആണ്. പിന്നെ ഇതും ബിഗോണിയ തന്നെയാണ്. നല്ല ഹൈറ്റ് വെച്ച് പോകുന്ന ബിഗോണിയാണ്. നമ്മളിത് ലീഫിൻ്റെ ഒരു ഭംഗിക്ക് വേണ്ടിയിട്ടാണ് നമ്മളിത് വളർത്തുന്നത്. ഇതും വേറൊരു ടൈപ്പ് ബിഗോണിയ തന്നെയാണ്. ഇതൊക്കെ വലിയ പോട്ടിൽ വെക്കുകയാണെങ്കിൽ കൂടുതൽ ഷൂട്ട്സും നല്ല വലിയ ലീഫായിട്ട് വരും. പിന്നെ ഇത് സിങ്കോണിയത്തിൻ്റെ ഒരു റോസ് കളർ ടെക്സ്ചർ വരുന്ന ഒരു പ്ലാന്റ് ആണ്. കറക്റ്റ് ചോക്ലേറ്റ് ഇല്ല. ഇതൊരു നാരോ ടൈപ്പ് സിങ്കോണിയാണ്. ഇതിനൊക്കെ 40 റുപ്പീസ് ആണ്. ഇന്ന് വന്നിട്ടുള്ള പ്ലാന്റ്സ് ഏതെടുത്താലും 40 റുപ്പീസ് ആണ്. ഇത് എരേലിയയുടെ നോർമൽ വെറൈറ്റി ആണ്. പിന്നെ ഇത് പെഡലാന്തസിൻ്റെ വേരിയേറ്റഡ് ടൈപ്പ് ആണ്. ഇതിലൊരു റോസ് കളർ ഷെയ്ഡ് വരും. ഇത് സിഫീഡിയത്തിൻ്റെ വൈറ്റ് കളർ ഫ്ലവർ വിരിയുന്ന പ്ലാന്റ് ആണ്. ഇതിനൊരു ടൈപ്പ് ഓർക്കിഡ് എന്നൊക്കെ പറഞ്ഞ് കേട്ടിട്ടുണ്ട്. ഇത് നല്ല ഷെയ്ഡിൽ വെക്കാൻ നോക്കുക. ഡയറക്റ്റ് വെയിലത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ കരിഞ്ഞു പോകും. ഇത് ലക്കി ബാമ്പുവിൻ്റെ വേരിഗേറ്റഡ് ടൈപ്പ് ആണ്. ഇതിന് 40 റുപ്പീസ് ആണ്. ചിലതിൽ മാത്രമേ ഡബിൾ ഷൂട്ട് ഉണ്ടാവുള്ളൂ. ഇത് പ്ലെയിൻ കളർ ലക്കി ബാമ്പു ആണ്. പിന്നെ വരുന്നത് ഡിഫൻ ബാക്കിയർ പ്ലാന്റ് ആണ്. ഈ ഒരു സൈസിൽ വരുന്ന പ്ലാന്റിന് 40 റുപ്പീസ് തന്നെയാണ്. പിന്നെ നെക്സ്റ്റ് വരുന്ന പ്ലാന്റ് എന്ന് പറഞ്ഞാൽ പിഡിലാന്തസിൻ്റെ ഈ ഒരു വെറൈറ്റി ആണ്. അതിന് 40 റുപ്പീസ് ആണ്. ഇത് സാൻസവേരിയർ പ്ലാന്റ് ആണ്. 40 റുപ്പീസ് തന്നെയാണ്. പിന്നെ ഇത് പെപ്പറോമിയർ പ്ലാന്റ് ആണ്. ഈ ഒരു സൈസ് വരുന്നത് 40 റുപ്പീസ് ആണ്. ഇതിൻ്റെ ചെറിയ പ്ലാന്റ്സും അവൈലബിൾ ആണ്. പിന്നെ നെക്സ്റ്റ് വരുന്നത് വാൻഡ്രജുവിൻ്റെ പ്ലാന്റ് ആണ്. ഇതിനും 20 റുപ്പീസ് ആണ്. അപ്പോൾ വേണ്ടവർ കോൺടാക്ട് ചെയ്യുക.